ഹനാൻ ഷടവാപ്പയും ചോറുള്ള പള്ളി വാട്സപ്പ് ഗ്രൂപ്പും ഹനാൻ ഷടവാപ്പ വിളിച്ചതല്ല കേട്ടാ. ചോറുള്ള പള്ളി വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി കേട്ടിട്ടില്ലേ? ചോറുള്ള പള്ളി ഗ്രൂപ്പ്, ചോറില്ലാത്ത പള്ളി ഗ്രൂപ്പ്, ഓൾ കേരള മന്തിപ്പള്ളി ഗ്രൂപ്പ്, പോരാത്തതിന് ഓരോ ജില്ലക്കും ഓരോ സെപ്പറേറ്റഡ് ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പിൽ ഏതൊക്കെ പള്ളിയിൽ മന്തി ഉണ്ട്, ഏതൊക്കെ പള്ളി ബിരിയാണി ഉണ്ട്, ഏതൊക്കെ പള്ളിയിൽ നെയ്ച്ചോറിച്ചുണ്ട്, ഏതൊക്കെ പള്ളി പൊറോട്ടയും ബീഫ് ഉണ്ടെന്ന് വിത്ത് എവിഡൻസോട് കൂടി കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ ബൈക്ക്? പറ്റില്ല. അതിന് നമ്മളെ ചോറുള്ള പള്ളി ഗ്രൂപ്പിലെ ചോരത്തിളപ്പുള്ള പിള്ളേർ തന്നെ വേണം. യാത്രക്കാർക്കൊക്കെ ഈ ഒരു ഗ്രൂപ്പ് നല്ലതുപോലെ ഉപകരിക്കുന്നുണ്ടാവും. എന്തായാലും ഈ ഒരു ഗ്രൂപ്പിലൂടെ പള്ളിയായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം നമ്മൾ. അതിലൂടെ പതുക്കെ പതുക്കെ നിസ്കാരവും നമ്മൾ നിത്യമാക്കാൻ ശ്രമിക്കണം. നിസ്കാരം ഇങ്ങനെ നിത്യമാക്കുമ്പോൾ നമ്മളെ മനസ്സിന് തന്നെ വല്ലാത്തൊരു ആശ്വാസമായിരിക്കുള്ളൂ. ആരിൽ നിന്നും പോസിറ്റീവുകൾ നമ്മൾ എടുക്കണം. ഹനാൻ ഷടവാപ്പ പറഞ്ഞു കൊടുത്തതുപോലെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്, എന്താ ചോദിക്കല്? നിസ്കരിച്ചിരിക്കണോ? നമസ്കാരം അതായത് അത് ഇനി വാഹനത്തിൽ പോവുകയാണെങ്കിലും തയമ്മം ചെയ്തിട്ടാണെങ്കിലും 2 റക്അത്ത് 4 റക്അത്തിലെ 2 റക്അത്ത് ആക്കിയിട്ടാണെങ്കിലും അതിന്റെ കാര്യത്തിൽ കണിശത വേണം. നീക്ക് തേര് പറയല്ലേ? അതാണ് ഇപ്പൊ എന്റെ കൂട്ടുകാരോട് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർ വളർന്നു വരും, നിത്യമായി നിസ്കരിക്കാൻ പറ്റും. അതുപോലെ ഈ സ്വലാത്തൊക്കെ ചില്ലി പറ്റുന്ന സമയത്തൊക്കെ സ്വലാത്തൊക്കെ ചില്ലി നടന്നാൽ തന്നെ നമ്മുടെ ലൈഫ് നമുക്ക് അത്യാവശ്യം നല്ല ചില്ലായി, നല്ല വൈബായി, നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ചോറുള്ള പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ചോദിച്ചാൽ ആരും വരരുത്. പറ്റുന്നവരൊക്കെ കുടുംബത്തോടു കൂടി തന്നെ സന്തോഷമായിട്ടിരുന്ന് ഉള്ളത് കൊണ്ട് നോമ്പ് തുറക്കാം. അതൊക്കെ തന്നെ ലൈഫ്.